നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കടത്തുകാരനെ മർദ്ദിച്ചതിനെ തുടർന്ന് വള്ളങ്ങൾ പണിമുടക്കി. തുരുത്തികളിൽ നിന്നും പുറം ലോകത്തേക്ക് എത്താൻ കഴിയാതെ പ്രദേശവാസികൾ. ശക്തികുളങ്ങരയിലാണ് സംഭവം. പ്രതിയെ പിടികൂടാൻ കഴിയാതെ പോലീസ്. സ്കൂട്ടർ ബസ്സിലിടിച്ച് പ്രതിശ്രുത വധുവിന് ദാരുണാന്ത്യം. തൊടിയൂർ സ്വദേശിനി അഞ്ജനയാണ് മരിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട ഭരണിക്കാവിന് സമീപമായിരുന്നു അപകടം. ശബരിമലയിൽ ഗുരുതര വീഴ്ച. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ നീക്കിയതായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. അറ്റകുറ്റപ്പണിക്കായാണ് സ്വർണ്ണപ്പാളി നീക്കം ചെയ്തത്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന്റെ വില 80,000 കടന്നു. 1 ഗ്രാം സ്വർണത്തിന് 10,110 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. കടത്തുകാരനെ മർദ്ദിച്ചതിനെ തുടർന്ന് വള്ളങ്ങൾ പണിമുടക്കി. ഇതേ തുടർന്ന് തുരുത്തുകളിൽ നിന്നും പുറം ലോകത്തേക്ക് എത്താൻ കഴിയാതെ പ്രദേശവാസികൾ. ശക്തികുളങ്ങരയിലാണ് സംഭവം. സെന്റ് ജോർജ് ഐലൻഡിലെ കടത്തുകാരനായ ജോയി സേവ്യർക്കാണ് മർദ്ദനമേറ്റത്. ജോസഫ് ഐലൻഡിലെ ബിജോ ജോസാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ കേസെടുത്തെങ്കിലും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവന്റെ കേസൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾക്ക് പഠിക്കാൻ പോകണം. ഞങ്ങൾക്ക് അക്കരെ ഇറങ്ങണം. ഞങ്ങൾക്ക് വേറെ വഴി. ഞങ്ങൾക്ക് സ്വന്തമാണ് വള്ളവും. അതുകൊണ്ട് വള്ളത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കും. ഞങ്ങൾക്ക് അവന്റെ കാര്യത്തിൽ ഒരു നടപടി ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ജോസഫ് ഐലൻഡിലുള്ള ബിജു ജോസിന് സഹോദരി കൊടുത്തുവിട്ട ഭക്ഷണം കടയിൽ വെച്ച് മടങ്ങിയതാണ് തർക്കത്തിലും മർദ്ദനത്തിലും കലാശിച്ചത്. സെന്റ് ജോർജ് ഐലൻഡിലെ കടത്തുകാരനായ ജോസ് ഭവനത്തിൽ ജോയി സേവ്യരുടെ കയ്യിലാണ് ഭക്ഷണം കൊടുത്തുവിട്ടത്. ജോസഫ് ഐലൻഡിലെ ബിജു ജോസിനെ കാണാതിരുന്നതിനാൽ ജോയി ഭക്ഷണം കടയിൽ വെച്ച് മടങ്ങി. ഇത് ഇഷ്ടപ്പെടാതിരുന്ന ബിജു ജോസ് ജോയിയെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഇരുമ്പ് പൈപ്പ് കൊണ്ട് ക്രൂരമായാണ് മർദ്ദിച്ചത്. ഈ സഹോദരി അവന് കഴിക്കാനുള്ള ആഹാരം എൻ്റെ തന്നപ്പോൾ ഞാൻ പറഞ്ഞ് കൊച്ചെ എനിക്ക് മേപ്പോട്ട് കയറാൻ പറ്റത്തില്ല. അതിൻ്റെ തലേന്ന് ഞാനിവിടെ മറിഞ്ഞു വീണ് എൻ്റെ കാല് പൊട്ടിയിരുന്നതാണ്. അന്നേരം ആ കൊച്ചു പറഞ്ഞ് അച്ചാച്ചൻ മേപ്പോട്ട് കയറണ്ട, ആഹാരം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി, വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. ആ കൊച്ചു ചേർത്ത് വിളിച്ച് ഞാൻ വള്ളം കൊണ്ട് അടുപ്പിച്ച് ഇപ്പം അവനില്ല അവിടെ. അന്നേരം ആ കൊച്ച് ഇപ്പുറം നിന്നുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചാച്ച അവിടെ താത്ത് വെച്ചിട്ട് അച്ചാച്ച ഇഞ്ഞ് പോരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ താത്ത് വെച്ചിട്ട് വള്ളം ഇങ്ങോട്ട് തിരിച്ചപ്പം അവനും അവൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു ലെവലും ഇല്ല വന്നും കൊണ്ട് തെറിയാണ് വിളിച്ചത്. പട്ടിക്ക് കൊടുക്കുന്നതാണ് ആഹാരം കൊണ്ട് വെക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ആദ്യം അവിടെ കിടന്ന സാധനങ്ങളെടുത്ത് തന്നെ എറിഞ്ഞ്. അങ്ങനെ ആ പെണ്ണിപ്പുറം നിന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇഞ്ഞ് പോരെന്ന് പറഞ്ഞു. ഞാൻ ഇഞ്ഞ് പോരുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്ത് സെൻറ്റ് തോമസ് ഐലൻഡിൽ നിന്ന് ആളെയും കയറ്റി പുറത്തോട്ട് വന്നപ്പം ഈ കറവ് നിന്നുകൊണ്ട് അവൻ കൈയായിട്ട് വിളിച്ച് ഞാൻ അന്നേരം അവൻ്റെ കയ്യിൽ ആയതൊന്നും കണ്ടില്ല. വള്ളം അങ്ങനെ അടുത്ത് ചെന്നപ്പോൾ തന്നെ അവിടെ താത്ത് വെച്ചിരുന്ന കപ്പായി ഇരുമ്പ് വമ്പി വെറുതെ എൻ്റെ പുറത്തടിച്ചത്. ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകി. കേസെടുത്തെങ്കിലും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് തുരുത്തുകളിലേക്കുള്ള 4 കടത്തുവള്ളങ്ങൾ പണിമുടക്കിയത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനും ബിബിനാണ് പേര്, ബിബിൻ, അവനും ഞാനും കൂടെ സ്റ്റേഷനിൽ ചെന്ന് ഇതെല്ലാം കാണിച്ച് അവർ പറഞ്ഞ് അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് ഡിസ്ട്രിക്റ്റിൽ പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് എക്സ്റേ ഒക്കെ എടുത്ത് അവിടുത്തെ ഡോക്ടറെ കുറിപ്പും മേടിച്ച് വീണ്ടും അപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യയും വന്നു. ഞങ്ങൾ 3 പേരോട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് നിങ്ങളങ്ങോട്ട് പോയിക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. 8 മണി അരിപ്പിച്ച് ആവുന്നത് വരെ ഞങ്ങൾ അവിടെ കാത്തു നിന്ന് കടന്നു. ഒരു പോലീസുകാരും വന്നില്ല. ഒരു പോലീസുകാർ 8 മണി വരെ കാത്തു നിന്നിട്ട് വന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഇനി പോരുന്നു. പിറ്റേന്ന് രാവിലെയും ചെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ജീപ്പ് വേറെ ഓട്ടത്തിന് പോയിരിക്കുക, ഞങ്ങൾ ടാക്സി അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞായറാഴ്ചയും വന്നില്ല. ഇതിനാൽ തുരുത്തുകളിലുള്ളവർക്ക് പുറം ലോകവുമായി ബന്ധമില്ലാതായി. വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകാൻ കഴിഞ്ഞില്ല. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. 5 ദിവസമായി സംഭവം നടന്നിട്ട് ഇതുവരെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഇപ്പം ഞങ്ങൾ സ്കൂളിൽ വിടാനായിട്ട് പിള്ളേരുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പം സ്വകാര്യ വള്ളം ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. ഇപ്പം ഈ വള്ളത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം ഈ 5 ദിവസമായിട്ട് ഈ സംഭവം നടന്നിട്ടും ഇതുവരെ ഒരു പരാതി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ പിള്ളേരുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൗൺസിലർ ദീപുവിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലെത്തി. കടത്തുകാരനെ മർദ്ദിച്ചയാളെ പിടികൂടണമെന്നും കടത്ത് പുനരാരംഭിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ സെന്റ് ജോർജ് ഐലൻഡ്, തോമസ് ഐലൻഡ് 2 തുരുത്ത് നിവാസികളാണ്. ഞങ്ങളുടെ തുരുത്തിൽ 120ഓളം കുട്ടികളും 300ഓളം കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്.
ഈ 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത് 4 PWDയുടെ കടുത്തുവള്ളത്തെ ആശ്രയിച്ചാണ്. ഈ 4 PWDയുടെയും കടുത്തുവള്ളത്തിനകത്ത് നിന്ന് 4 തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിൽ ഒരു തൊഴിലാളിനെ ഒരുത്തം വന്നെടുത്തിട്ട് അടിച്ചു. അവൻ്റെ പേര് വിജോയ് എന്നാണ്. അവൻ ഇതിനു മുമ്പും കടുത്തിറക്കുന്നവരുടെ നേരെ ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം അവൻ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അയാളെ അടിച്ചത് കൊണ്ട് അവർ 4 പേരും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. 5 ദിവസമായിട്ട് ഞങ്ങളുടെ 2 തുരുത്തിലും കടുത്തുവള്ളവുമില്ല. ഈ ഓണ ലീവ് കഴിഞ്ഞ് പിള്ളേർക്കാണെങ്കിലും അവിടെ താമസിക്കുന്നവർക്കാണെങ്കിലും ഈ വള്ളത്തിനെ ആശ്രയിച്ച് ജോലിക്ക് പോകുന്നവർ വരെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ 4 വള്ളവും സ്ട്രൈക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യവും നടക്കുന്നില്ല. അവനെ കിട്ടാതെ അവർ ജോലിക്ക് കയറത്തില്ലെന്നാണ് ഈ 4 പേരും പറയുന്നത്. അപ്പം അവനെ കിട്ടിയെങ്കിലേ അവർ ജോലിക്ക് കയറത്തോളൂ. ഇപ്പം ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുമാണ് വഴിയാധാരമായിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ വള്ളത്തെ ആശ്രയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പം അതുകൊണ്ട് അവനെ ഒന്നെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്തുവള്ളം ഇറക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ കടത്ത് പുനരാരംഭിക്കുമെന്ന് കൗൺസിലറും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും അറിയിച്ചു. ഇതേസമയം കടത്തുകാരനെ മർദ്ദിച്ചയാളെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. പുനലൂർ ചെമ്മന്തൂരിന് സമീപം ആഗ്രോ ജംഗ്ഷനിൽ വാഹനാപകടം. ആസാം സ്വദേശികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ശുചിമുറിക്ക് മുകളിലേക്ക് കാർ മറിഞ്ഞു. ചെമ്മന്തൂർ തെങ്ങുംതറയിൽ അൻസറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. റോഡരികിലെ സർവേ കുറ്റി തകർത്ത കാർ വീടിന്റെ ഓരം ചേർന്ന ശുചിമുറിക്കും വീടിനുമിടയിൽ ചേർന്ന് നിന്നതിനാൽ താഴ്ചയിലേക്ക് മറിഞ്ഞില്ല. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കൊല്ലത്ത് ആശുപത്രിയിൽ പോയി വരികയായിരുന്നു അൻസറും കുടുംബവും. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. ഏകദേശം 15 മിനിറ്റ് മുമ്പ് ഒരു 5:15 കൂടി ഈ കൊല്ലം സൈഡിൽ നിന്ന് വന്ന നമ്മുടെ ചെമ്മന്തൂർ സ്വദേശികളാണ് ഒരു അൻസറും കുടുംബവും. അവർ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന വഴി യാത്രാക്ഷീണം കൊണ്ടായിരിക്കാം ഉറങ്ങിയതാവാനാണ് സാധ്യത. പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് മറിയുകയും ചെയ്തു. പ്രധാനമായും പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും അവർ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട്. ചെമ്മന്തൂർ സ്വദേശികളാണ്, അൻസറും കുടുംബമാണ് ഉള്ളത്. ആസാം സ്വദേശിയായ ലത്തീഫ് അലിയും കുടുംബവും താമസിച്ചിരുന്ന വീടിന് മുകളിലേക്കാണ് കാർ മറിഞ്ഞത്. അപകട സമയം ലത്തീഫിന്റെ ഭാര്യയും 4 വയസ്സുള്ള കുഞ്ഞും വീട്ടിലുണ്ടായിരുന്നു. അത് തിരിച്ച് രണ്ട് പില്ലറുണ്ട്. പില്ലർ പൊട്ടി പോയത് ഇവിടെ വന്ന് മാറി സൈഡിൽ. എത്ര മണിയോടെയായിരുന്നു? ഒരു 6 മണിക്കായി. 6 മണിയായി. ഞാനും എവിടെ വന്നിട്ടുണ്ട്. വന്നിട്ട് നോക്കിയല്ല ആൾക്കാർ ഒന്നും പ്രശ്നമില്ല. ചേച്ചിയുടെ വന്ന ചേച്ചി കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അത് 4 പേരും ഉണ്ടാവുള്ളൂ. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. കാർ തങ്ങി നിന്നില്ലായിരുന്നുവെങ്കിൽ 12 അടിയോളം താഴ്ചയിലേക്ക് മറിയുമായിരുന്നു. കാറിൽ കുട്ടികൾ ഉൾപ്പെടെ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് പരിക്കേറ്റു. ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 ഏക്കർ വാർഡ് കൗൺസിലർ ഷൈൻ ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. അഗ്നിരക്ഷാസേനയെത്തി കാർ ക്രെയിൻ ഉപയോഗിച്ച് വീടിന് മുകളിൽ നിന്നും ഉയർത്തി മാറ്റി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള സ്കൂൾ അക്കാദമിയുടെ സ്കൂൾ രത്ന നാഷണൽ അധ്യാപക അവാർഡ് ഹിന്ദി അധ്യാപകൻ മുഹമ്മദ് സലീം ഖാന്. അഴീക്കൽ ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപകനാണ് ഇദ്ദേഹം. വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പുരസ്കാരം. मुझे सब गीत अच्छा है, लेकिन शाहरुख खान का जो गीत है बहुत अच्छा है. बताओ ना. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. പഠനാനുബന്ധ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത്. കേരള സ്കൂൾ അക്കാദമി ഏർപ്പെടുത്തിയ സ്കൂൾ രത്ന നാഷണൽ അധ്യാപക അവാർഡാണ് അഴീക്കൽ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകനായ മുഹമ്മദ് സലീം ഖാന് ലഭിച്ചത്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും നൂതന ആശയങ്ങളിലൂടെയും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു. അതിലെ കുട്ടികൾക്ക് സംസാരിക്കുവാൻ വേണ്ടി, അവർക്ക് കാണുവാൻ വേണ്ടി, കേൾക്കുവാൻ വേണ്ടി, അവർക്ക് പ്രചോദനം ഉണ്ടാകുവാൻ വേണ്ടി കഴിഞ്ഞ 18 വർഷം മുന്നേ അവർക്ക് വേണ്ടി ഞാനൊരു ടെലിഫിലിം ചെയ്തിരുന്നു. അതിനുശേഷം അവർക്ക് വേണ്ടി തന്നെ കവിത എഴുതിയിരുന്നു. 2 പുസ്തകം കവിത എഴുതിയിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രചോദനങ്ങളും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ സഹായത്താൽ
വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഹിന്ദി പഠനം എളുപ്പമാക്കാം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു. കഴിഞ്ഞ 17 വർഷം കരുനാഗപ്പള്ളി GSKV UPSലും 2 വർഷം GHSSലും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനും പ്രകൃതി സ്നേഹിയും ഹിന്ദി സാഹിത്യകാരനുമായ മുഹമ്മദ് സലീം ഖാൻ തൃശൂർ അയ്യന്തോൾ സ്വദേശിയാണ്. സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. വിവിധ ലൈബ്രറികളിലും ക്ലബ്ബുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക്, കുട്ടികൾക്കോ കുട്ടികളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ സമീപവാസികൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ എന്നോട് പറയാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരൊക്കെ സഹായിക്കാറുണ്ട്. സൈറ ബാനുവാണ് ഭാര്യ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്കൂട്ടർ ബസ്സിലിടിച്ച് പ്രതിശ്രുത വധുവിന് ദാരുണാന്ത്യം. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ഊക്കൻമുക്ക് LVLPSന് സമീപമായിരുന്നു അപകടം. സഹകരണ ബാങ്ക് ജീവനക്കാരിയായ തൊടിയൂർ സ്വദേശിനി A അഞ്ജനയാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഞ്ജനയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട മുതുവിലാക്കാട് ഊക്കൻമുക്ക് സ്കൂളിന് സമീപമുണ്ടായ അപകടത്തിലാണ് തൊടിയൂർ ശാരദാലയത്തിൽ മോഹനൻ അജിത ദമ്പതികളുടെ മകൾ അഞ്ജന മരിച്ചത്. 24 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടറിൽ സ്കൂൾ ബസ് തട്ടി. ഇതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു ബസ്സിലിടിച്ചായിരുന്നു അപകടം. റോഡിൽ ഉരഞ്ഞു നീങ്ങിയ സ്കൂട്ടർ ഭാഗികമായി കത്തിനശിച്ചു. കരിന്തോട്ട സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിയാണ് അഞ്ജന. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നിയമനം ലഭിച്ച ബാങ്കിൽ ക്ലാർക്കായി ജോലിക്കെത്തിയത്. അടുത്ത സമയത്താണ് അഞ്ജനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഒക്ടോബർ 19 വിവാഹം നടക്കാനിരിക്കവെയാണ് ദാരുണമായ അപകടമുണ്ടായത്. അഞ്ജനയുടെ അമ്മ അജിത തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. CITU നേതാവായിരുന്ന A സുബൈർകുട്ടി അനുസ്മരണം കായംകുളത്ത് നടത്തി. ലോറി ആൻഡ് മിനി ലോറി വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. CITU നേതാവായിരുന്ന A സുബൈർകുട്ടി അനുസ്മരണമാണ് കായംകുളത്ത് സംഘടിപ്പിച്ചത്. ലോറി ആൻഡ് മിനി ലോറി വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പെരിങ്ങാലിലുള്ള സഖാവ് സോമനെ പോലുള്ളവർ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സഖാവ് സുബൈർ ലോറി യൂണിയൻ കായംകുളത്ത് CITUവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ CITU കായംകുളം ഏരിയ ലോറി ആൻഡ് മിനി ലോറി വർക്കേഴ്സ് യൂണിയൻ സഖാവ് അബ്ദുൽ ഖാദർ പ്രസിഡൻ്റായും സഖാവ് ശിവൻപിള്ള ജനറൽ സെക്രട്ടറിയായും സഖാവ് സുബൈർ സെക്രട്ടറിയായും പ്രവർത്തനം ആരംഭിച്ച 1988-ലാണ്. ആ ലോറി യൂണിയൻ കായംകുളത്ത് CITUവിൻ്റെ മാത്രം നിയന്ത്രണത്തിൽ ഇന്ന് നിലകൊള്ളുന്നത് സഖാവ് സുബൈറിൻ്റെ മുഖ്യമായ പ്രവർത്തനമാണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. കായംകുളത്തെ ഗുഡ് ഷെഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രശ്നം 1989 കാലഘട്ടത്തിൽ കായംകുളത്ത് റെയിൽവേ ഗുഡ് ഷെഡിൽ INTUCയുടെ കുത്തകയായിരുന്നു. ആ INTUCയുടെ കുത്തക അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് കായംകുളത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും അന്നത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് MR രാജശേഖര സാറും അടക്കം മുൻകൈ എടുത്തുകൊണ്ട് CPIMൻ്റെ പെരിങ്ങാല ലോക്കൽ അന്നത്തെ ടൗൺ കിഴക്ക് ലോക്കൽ കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ടാണ് ഗുഡ് ഷെഡ്, അത് നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തി കൂടിയാണ് ബാലിയൽ ബഷീർ. ആ കാര്യത്തിൽ അടക്കം ആ ലോറി ഗുഡ് ഷെഡിൽ CITUവിൻ്റെ നിയന്ത്രണത്തിൽ ഒരു യൂണിയനൂടെ വേണം എന്ന നിലയിൽ INTUCയുടെ കുത്തക അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ലോറി യൂണിയനും ഗുഡ് ഷെഡിലെ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നടത്തിയ 45 ദിവസക്കാലം നടത്തിയ ഐതിഹാസികമായ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് INTUCയുടെ കുത്തകയായിരുന്ന റെയിൽവേ ഗുഡ് ഷെഡ് തൊഴിലാളി സംഘടന CITUവിനും ATUCക്കും മറ്റു വിവിധ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനും വന്നത്. CITU ഏരിയ പ്രസിഡന്റ് G ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു. B അബിൻഷാ, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കേശുനാഥ്, പൂക്കുഞ്ഞിയെ H നജീം, B രാജൻ, കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു. മറ്റെല്ലാ സംഘടനകൾക്കും ഇല്ലാത്ത തലത്തിൽ ലോറി തൊഴിലാളി യൂണിയനെ കായംകുളത്ത് ശക്തിപ്പെടുത്തിക്കൊണ്ട് CITUവിൻ്റെ ഏതെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ അണിനിരത്തുന്ന ഒരു സംഘടനയായി മാറ്റിയെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ പൊതു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചേരാവള്ളിയിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വിവിധ യൂണിയനുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ച സഖാവായിരുന്നു സുബൈർ. ആ സുബൈറിൻ്റെ മരണത്തെ തുടർന്ന് നമ്മുടെ കായംകുളത്തെ ട്രേഡ് യൂണിയൻ രംഗത്ത് തന്നെ ഒരു നഷ്ടം തന്നെയാണ്. ആ നഷ്ടം നികത്തുന്ന തരത്തിലേക്ക് ഇന്ന് ആ സംഘടന വീണ്ടും പുനർജീവിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ശബരിമലയിൽ ഗുരുതര വീഴ്ച. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ നീക്കി. അറ്റകുറ്റപ്പണിക്കായാണ് സ്വർണ്ണപ്പാളി നീക്കം ചെയ്തത്. ഇത് സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി.
ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഹൈക്കോടതി അനുമതിയില്ലാതെ ഇളക്കിമാറ്റി. ഇത് സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. ശബരിമലയിലുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. ഹൈക്കോടതി അനുമതിയില്ലാതെ ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കിമാറ്റി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് നടത്തണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ഇതടക്കം ലംഘിച്ചുകൊണ്ടാണ് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അതേസമയം സ്വർണ്ണപ്പാളിക്ക് കേടുപാടുണ്ടെന്നും പരിഹരിക്കണമെന്നും ഇതിനായാണ് ഇളക്കി മാറ്റിയതെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വിശദീകരിക്കുന്നത്. തിരുവാഭരണ കമ്മീഷണറും വിജിലൻസും ഒപ്പമുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. തന്ത്രിയുടെ അനുമതി വാങ്ങിയാണ് സ്വർണ്ണപ്പാളി ഇളക്കിയതെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഇത്തരം അറ്റകുറ്റപ്പണി നടത്തും മുമ്പ് നിരീക്ഷണത്തിനായി പ്രത്യേകം കമ്മീഷനെ നിയോഗിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പ്രധാനമന്ത്രിയുടെ അഖിലേന്ത്യാ അപ്രന്റീസ്ഷിപ്പ് മേള 12 രാവിലെ 10 ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ നടക്കും. കുണ്ടറ കെൽ കോർഡിനേറ്റർ അഡ്മിനിസ്ട്രേഷൻ S ബാബു ഉദ്ഘാടനം ചെയ്യും. പഠനത്തോടൊപ്പം സമ്പാദ്യം എന്ന സന്ദേശവുമായാണ് മേള സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും കേരള സർക്കാർ തൊഴിൽ നൈപുണ്യ വകുപ്പും ചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇതര സ്ഥാപനങ്ങളും പരിശീലനത്തിന് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും. കായംകുളത്ത് മോഷണവും മോഷണശ്രമവും. വില്ലേജ് ഓഫീസിലാണ് മോഷണം നടന്നത്. സമീപത്തെ ഐശ്വര്യക്ഷി ക്ഷേത്രത്തിൽ മോഷണ ശ്രമവും നടന്നു. ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. കായംകുളം വില്ലേജ് ഓഫീസിലാണ് മോഷണം നടന്നത്. വാതിലിന്റെ താഴ് കുത്തി തുറന്ന് ഓഫീസിനുള്ളിൽ കയറിയായിരുന്നു മോഷണം. 500 രൂപയും കമ്പ്യൂട്ടറിന്റെ മൗസുമാണ് അപഹരിച്ചത്. രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ അറിയാൻ കഴിയൂ എന്ന് ജീവനക്കാർ പറഞ്ഞു. ജീവനക്കാർ രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 3-ാം തീയതി 5 മണിയോടുകൂടി ഓഫീസ് അടച്ചിട്ട് പോയിട്ടുള്ളത്. ഇന്ന് രാവിലെ വ്യത്യസ്ത വന്ന് ഓഫീസ് തുറക്കാൻ വന്നപ്പോൾ ഓഫീസ് തുറന്ന് കിടക്കുന്നതായും മോഷണ ശ്രമം നടന്നിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ രേഖകളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അറിയാൻ പറ്റത്തുള്ളൂ. പരിശോധനയ്ക്ക് ശേഷമേ അറിയാം. അലമാരികളൊക്കെ തുറന്നു കിടന്നു. പൂട്ട് 2 റിക്കാർഡ് റൂമും സ്റ്റോർ എല്ലാം പൊളിച്ചിരുന്നു. സമീപത്തെ ഐശ്വര്യക്ഷി ക്ഷേത്രത്തിലും മോഷണ ശ്രമം നടന്നു. ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറന്നാണ് മോഷണ ശ്രമം നടത്തിയിട്ടുള്ളത്. സംഭവത്തിൽ കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന്റെ വില 80,880 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 10,110 രൂപയാണ്. കഴിഞ്ഞ ദിവസം 1 പവൻ സ്വർണത്തിന്റെ വില 79,480 രൂപയായിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 80,880 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 10,110 രൂപ നൽകണം. കഴിഞ്ഞ ദിവസം 1 പവൻ സ്വർണത്തിന്റെ വില 79,480 രൂപയായിരുന്നു. കുറച്ചു ദിവസമായി 80,000 അടുത്തു വരികയായിരുന്നു സ്വർണ്ണവില. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയോട് വിപണി വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളും പ്രാദേശിക ആവശ്യകതകളിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് സ്വർണ്ണവിലയിലെ മാറ്റത്തിന് കാരണം. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. പുനലൂരിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിനൊരുങ്ങി കോൺഗ്രസ് നേതൃത്വം. നഗരസഭാ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർക്കും അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുമെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ പുനലൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർക്കും അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത്. ഒരേ വോട്ടർമാർ തന്നെ ഒന്നിലധികം വാർഡുകളിൽ തങ്ങളുടെ വോട്ട് ചേർക്കുകയും കൃത്രിമ രേഖകളുടെ അടിസ്ഥാനത്തിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് വോട്ട് ചേർക്കുകയും പാർട്ടി ഓഫീസുകളുടെ പേരിലും മറ്റും വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്ത വോട്ടർമാർക്കെതിരെ കൂടി നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. നഗരസഭാ സെക്രട്ടറിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇവിടെ കഴിഞ്ഞ 52 വർഷക്കാലമായി പുനലൂർ പട്ടണം ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ LDFന്റെ ഭരണമുന്നണി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ അവർ ഭയപ്പെടുന്നു. യാതൊരു വികസന പ്രവർത്തനവും ചെയ്ത് പൊതുജന സമൂഹത്തിലേക്ക് ഇറങ്ങാൻ LDF നേതൃത്വത്തിന് കഴിയുന്നില്ല. പുനലൂർ പട്ടണത്തിൽ എടുത്തു പറയുന്ന യാതൊരു വികസന പ്രവർത്തനങ്ങളും ഈ 5 വർഷത്തെ ഭരണമുന്നണിക്ക് നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ ഉപയോഗിച്ചുകൊണ്ട് ചേർക്കുന്നതിന്റെ പിന്നിൽ പുനലൂർ ഭരണം നിലനിർത്തുക എന്നുള്ള
ഗൂഢലക്ഷ്യമാണ്. ഇരട്ട വോട്ടും വ്യാജ വോട്ടും ഉപയോഗിച്ച് ഇതര സംസ്ഥാനക്കാരുടെ വോട്ട് വ്യാപകമായി കൂട്ടിച്ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകളിൽ പ്രതിഷേധിക്കുന്നതായും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അതുപോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ നാട്ടിലേക്ക് നമുക്കറിയാം, പുനലൂർ പട്ടണമായിട്ട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്, അവിടുന്ന് പുനലൂരിലേക്ക് ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ഇവിടെയും തമിഴ്നാട്ടിലും വോട്ടുണ്ട്. പുനലൂരിൽ വോട്ടുണ്ട്, തമിഴ്നാട്ടിലും വോട്ടുണ്ട്. ഈ രണ്ട് സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ വോട്ട് ചെയ്യും, അവിടെ വോട്ട് ചെയ്യും. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടി, ഞങ്ങളുടെ പ്രവർത്തകർ അതിന് അപേക്ഷ നൽകി നീക്കം ചെയ്യാൻ തയ്യാറാണ്. പുതിയതായിട്ട് വോട്ടർമാരെ ചേർക്കുകയാണ്. ഇതെന്തൊരു വെല്ലുവിളിയാണ് ജനാധിപത്യ സംവിധാനത്തിനെതിരെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു വാർത്താ സമ്മേളനമായി പൊതുജന സമൂഹത്തിലേക്ക്, മാധ്യമ സുഹൃത്തുക്കളിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. സൈനികരുടെയും പഠനത്തിനും ജോലിക്കുമായി വിദേശങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ള ആളുകളുടെയും വോട്ട് അന്യായമായി നീക്കം ചെയ്യുന്നതിനും താമസമില്ലാത്ത നിരവധി പേരുടെ വോട്ട് ആക്ഷേപം ലഭ്യമായ ശേഷവും നിലനിർത്തുകയും ചെയ്യുന്ന നിലപാടാണ് നഗരസഭയിൽ ചില ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇത് ആസൂത്രിതമായി ചെയ്ത ക്രമക്കേടാണ്. ഇതിനെതിരെയാണ് നിയമപോരാട്ടം ആരംഭിക്കുന്നതെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ G. ജയപ്രകാശ്, ഡെപ്യൂട്ടി ലീഡർ സാബു അലക്സ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ S. നാസർ, KN ബിപിൻകുമാർ എന്നിവർ അറിയിച്ചു. ഇത് കോൺഗ്രസ് പാർട്ടി ശക്തമായ പ്രതിഷേധമായി പുനലൂരിൽ മുനിസിപ്പൽ ഓഫീസ് പഠിക്കലും വാർഡുകളിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള പരാതികളുമായി മുൻപോട്ട് പോകാൻ ഞങ്ങൾ നിർബന്ധിതമാകുകയാണ്. കാര്യം നഗരസഭാ സെക്രട്ടറി പുനലൂരിലെ LDF നേതൃത്വം പറയുന്നതിനപ്പുറം ഒരു പടിയും കൂടി മുൻപോട്ട് കടന്ന് LDF അത്രയും പ്രതീക്ഷിച്ചില്ല സെക്രട്ടറിയെ കുറിച്ച്. ഇത്രയും ചെയ്ത് സഹായിക്കുന്നവർ ഒരിക്കലും കരുതിയില്ല. ഒരു പടിയും കൂടി കടന്നാണ് പുനലൂർ നഗരസഭാ സെക്രട്ടറി അത് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അത് പുനലൂരിലെ ജനങ്ങളോട്, ജനാധിപത്യ സംവിധാനത്തിനോടുള്ള വെല്ലുവിളിയാണ്. ഒരു പൗരന്റെ വോട്ടവകാശം നിഷേധിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല. ഒരു പൗരന്റെ അവകാശമാണ് വോട്ടെന്ന് പറയുന്നത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ചെമ്മന്തൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഭൂമി തരം മാറ്റാൻ അനുമതി. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നടപടിയായത്. ഭൂമി തരം മാറ്റിക്കഴിഞ്ഞാൽ കെട്ടിടത്തിന് നമ്പർ ലഭ്യമാക്കി തുടർ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും. 2022 നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ഇൻഡോർ സ്റ്റേഡിയം. നിലമായി രേഖപ്പെടുത്തിയ ഭൂമിയിലായിരുന്നു നിർമ്മാണം. ഇക്കാരണത്താൽ കെട്ടിടത്തിന് നമ്പർ ലഭ്യമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഭൂമി പൊതു ആവശ്യത്തിന് തരം മാറ്റാൻ അനുമതി അഭ്യർത്ഥിച്ച് നഗരസഭാ സെക്രട്ടറി സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. PS സുബാൽ MLA നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് ഭൂമി തരം മാറ്റാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്. MLAയുടെയും നഗരസഭാധ്യക്ഷ K. പുഷ്പലതയുടെയും നേതൃത്വത്തിൽ റവന്യൂ, കൃഷി, സ്പോർട്സ് മന്ത്രിമാരെ നേരിൽ കണ്ടിരുന്നു. ഭൂമി തരം മാറ്റുന്നതിന് അനുകൂലമായി പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തരം മാറ്റാൻ 2018 കേരള തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം കൃഷിവകുപ്പ് അനുമതി നൽകുകയായിരുന്നു. പരിവർത്തനപ്പെടുത്തുന്ന ഭൂമിയുടെ വിസ്തൃതി 20.2 ആർസിൽ കൂടുതലായതിനാൽ 10% ജലസംരക്ഷണ പ്രവൃത്തികൾക്കായി നീക്കിവെക്കണമെന്നും തരംമാറ്റൽ സമീപത്തെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താതിരിക്കാൻ ഭൂമി മതിൽ കെട്ടി സംരക്ഷിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. പുനലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലും കൈവശാവകാശത്തിലുമുള്ള നിലത്തിൽ കിഫ്ബിയിൽ നിന്നുള്ള 5.63 കോടി രൂപ ചെലവിട്ട് സംസ്ഥാന കായിക യുവജനകാര്യ ഡയറക്ടറേറ്റും നഗരസഭയും ചേർന്നാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കടത്തുകാരനെ മർദ്ദിച്ചതിനെ തുടർന്ന് വള്ളങ്ങൾ പണിമുടക്കി. തുരുത്തികളിൽ നിന്നും പുറം ലോകത്തേക്ക് എത്താൻ കഴിയാതെ പ്രദേശവാസികൾ. ശക്തികുളങ്ങരയിലാണ് സംഭവം. പ്രതിയെ പിടികൂടാൻ കഴിയാതെ പോലീസ്. സ്കൂട്ടർ ബസ്സിലിടിച്ച് പ്രതിശ്രുത വധുവിന് ദാരുണാന്ത്യം. തൊടിയൂർ സ്വദേശിനി അഞ്ജനയാണ് മരിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട ഭരണിക്കാവിന് സമീപമായിരുന്നു അപകടം. ശബരിമലയിൽ ഗുരുതര വീഴ്ച. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ നീക്കിയതായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. അറ്റകുറ്റപ്പണിക്കായാണ് സ്വർണ്ണപ്പാളി നീക്കം ചെയ്തത്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന്റെ വില 80,000 കടന്നു. 1 ഗ്രാം സ്വർണത്തിന് 10,110 രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.